ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ കുക്കിംഗ് വീഡിയോ ഒന്നും അല്ല കേട്ടോ ചെയ്യുന്നത്, ഇന്നൊരു വ്ളോഗാണ് ചെയ്യുന്നത്. അതായത് നമുക്കിവിടെ UAE നാഷണൽ ഡേ പ്രമാണിച്ചിട്ടൊരു 4 ദിവസം ഓഫായിരുന്നു. അപ്പോൾ അതിലൊരു ദിവസം നമ്മൾ ഗ്ലോബൽ വില്ലേജിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഉണ്ടായ കുറച്ച് കാര്യങ്ങളും അവിടുത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് നിങ്ങളുമായിട്ട് നമ്മളിന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ഇത് നമ്മുടെ ഫസ്റ്റ് വ്ളോഗാണ്. അപ്പോൾ ഞങ്ങൾ തേഴ്സ്ഡേ ആണ് കേട്ടോ ഗ്ലോബൽ വില്ലേജിലോട്ട് പോയത്. ഒരു 5 o'clock കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഇറങ്ങി സ്റ്റാർട്ട് ചെയ്തു. ഞങ്ങൾ താമസിക്കുന്നത് ഷാർജ മുവല്ലയിലാണ് കേട്ടോ താമസിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് ഗ്ലോബൽ വില്ലേജ് വരെ ഒരു 30 മിനിറ്റ് റൈഡ് അത്രയേ ഉള്ളൂ. 22 മിനിറ്റാണ് നമ്മൾ ഗൂഗിൾ മാപ്പ് കാണിക്കുന്നതെങ്കിലും ട്രാഫിക്കും കൂടെ കൂട്ടി ഒരു 30 മിനിറ്റ് എടുത്തു ഞങ്ങൾ അന്ന് എത്താനായിട്ട് അവിടെ. അപ്പോൾ ഞങ്ങൾ പോയത് ഷേഖ് മുഹമ്മദ് ബിൻ സായദ് റോഡിൽ കൂടിയാണ് കേട്ടോ. അതിൽ E311 റോഡ്. അപ്പോൾ UAEയിലുള്ളവർക്കൊക്കെ അറിയായിരിക്കും. അപ്പോൾ ഞങ്ങൾ അതുവഴിയാണ് പോയത്. അപ്പോൾ എല്ലാ വർഷവും ഞങ്ങൾ പോകാറൊന്നുമില്ല കേട്ടോ. ഞങ്ങൾ കഴിഞ്ഞ വർഷം പോയിട്ടുണ്ടായിരുന്നില്ല, കാരണം അപ്പോൾ ഈ കൊറോണ സംഭവങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയമായിരുന്നു അപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ വർഷം പോയിട്ടില്ല. അതിന് മുന്നത്തെ വർഷം ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ നമുക്ക് അവിടെ ചെന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ കാണാം. ഇതിൻ്റെ റൈറ്റ് സൈഡിലായിട്ടാണ് ഗ്ലോബൽ വില്ലേജ് വരുന്നത്. അപ്പോൾ നമ്മൾ ഈ ഗ്ലോബൽ വില്ലേജിൻ്റെ എക്സിറ്റ് എടുത്താണ് നമ്മൾ പോവേണ്ടത്. നിങ്ങൾക്ക് കാണാൻ പറ്റും ഇപ്പോൾ ഒരു ബോർഡ്. അപ്പോൾ നമ്മൾ ആ എക്സിറ്റിൽ നേരെ പോകുന്നത് ഗ്ലോബൽ വില്ലേജിൻ്റെ എൻട്രൻസിലോട്ടാണ് കേട്ടോ. നമ്മൾ അകത്തോട്ടാണ് പോകുന്നത് ഇപ്പോൾ. അപ്പോൾ നമ്മളിപ്പോൾ ഗ്ലോബൽ വില്ലേജിൻ്റെ പാർക്കിംഗ് ഏരിയയിലോട്ടാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ പാർക്കിംഗ് നമുക്ക് 2 ലോഞ്ച് അവൈലബിൾ ആണ്. ഒരെണ്ണം VIP, അതുപോലെ ഫ്രീ പാർക്കിങ്ങും ഉണ്ട്. അപ്പോൾ ഫ്രീ പാർക്കിംഗ് വരുന്നത് നമ്മൾ മെയിൻ എൻട്രൻസിൻ്റെ കുറച്ച് ലെഫ്റ്റിലോട്ടാണ് കേട്ടോ. ഇപ്പോൾ VIP പാർക്കിംഗ് ആകുമ്പോൾ റൈറ്റ് സൈഡിലോട്ടാണ്. അത് നമ്മുടെ മെയിൻ എൻട്രൻസിൻ്റെ, അതായത് നമുക്ക് ഇനി പാസ് എടുത്ത് കയറേണ്ട ആ ഒരു എൻട്രൻസിൻ്റെ തൊട്ടടുത്തോട്ടായിട്ടാണ് വരുന്നത്. അപ്പം നമ്മൾ ഫ്രീ പാർക്കിങ്ങിലോട്ടാണ് കേട്ടോ പോകുന്നത്. ഇപ്പം നിങ്ങൾ കാണുന്നതാണ് ഗ്ലോബൽ വില്ലേജിൻ്റെ ആ ഒരു എൻട്രൻസ്. നമ്മളിതിൻ്റെ അകത്ത് വേണം നമുക്ക് കയറാനായിട്ട്. അതുപോലെ ഇവിടുത്തെ പാർക്കിങ്ങിൻ്റെ കാര്യം പറയാതിരിക്കാൻ വയ്യ കേട്ടോ. ഇത് മീൻസ് ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു, നല്ല തിരക്കായിരുന്നു. എന്നിട്ടും നമ്മുടെ ആ പാർക്കിങ്ങിന് ആവശ്യം പോലെ സ്ഥലം ഉണ്ടായിരുന്നു. അപ്പോൾ പാർക്കിങ്ങിനൊന്നും ഒട്ടും ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. പക്ഷെ നമ്മൾ പാർക്ക് ചെയ്ത് നടക്കുന്ന ആ ഒരു സമയം ഉണ്ടായിരുന്നുള്ളൂ. അതായത് നമ്മൾ ഫ്രീ പാർക്കിംഗ് കഴിഞ്ഞ് നമ്മൾ തിരിച്ച് നമുക്ക് കയറേണ്ട പാസ് എടുക്കേണ്ട ആ ഒരു എൻട്രൻസിലോട്ട് പോകുന്നത് കുറച്ച് ദൂരം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ പാർക്കിങ് ഞങ്ങൾക്ക് പെട്ടെന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ നടക്കുവാണ് കേട്ടോ എൻട്രൻസിലോട്ട്. അപ്പം നമ്മൾ നടക്കുകയാണ് അങ്ങോട്ട്. അപ്പോൾ നമ്മൾ ഈ പാർക്കിങ് കഴിഞ്ഞ് ആ മെയിൻ എൻട്രൻസിലോട്ട് ഇങ്ങനെ ഒരു വഴിയുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ സൈഡിലായിട്ട് ഇങ്ങനെ കുറേ ആൾക്കാർ നിൽപ്പുണ്ടായിരുന്നു. സൈക്കിൾ റിക്ഷയൊക്കെ വെച്ചിട്ട് അതായത് ഇവർ നമ്മളെ കൊണ്ട് ആക്കിത്തരും നമുക്ക് ഈ ഗ്ലോബൽ വില്ലേജിൻ്റെ ഈ ഒരു എൻട്രൻസിലോട്ട്. ഇപ്പോൾ ഇതാണ് ഗ്ലോബൽ വില്ലേജിൻ്റെ എൻട്രൻസ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ പോയ ദിവസം, അതായത് ഞങ്ങൾ വ്യാഴാഴ്ചയാണ് പോയത്. ആ ദിവസം ആക്ച്വലി എനിക്ക് തോന്നുന്നു ഫാമിലിക്ക് മാത്രമേ എൻട്രൻസ് ഉണ്ടായിരുന്നുള്ളൂ എന്ന് തോന്നുന്നു. കാരണം അവർ ചെക്ക് ചെയ്യുന്നുണ്ടായിരുന്നു ഫാമിലി ആണോ എന്നുള്ളത്. ഫാമിലീസിന് മാത്രമേ കടത്തി വിടുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇതാണ് മെയിൻ എൻട്രൻസ് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ പാസ് എടുത്തിട്ട് വേണം നമ്മൾ ഇതിൻ്റെ അകത്തൂടി നമുക്ക് പോകാനായിട്ട്. അപ്പോൾ ഫസ്റ്റ് നമുക്കിനി പാസ് എടുക്കാം. അപ്പോൾ ഇതാണ് കേട്ടോ ടിക്കറ്റ് കൗണ്ടേഴ്സ്. 2 കൗണ്ടേഴ്സ് ഉണ്ടായിരുന്നു. ഒരെണ്ണം നമുക്ക് മെഷീനിൽ നിന്ന് എടുക്കാവുന്നത് ടിക്കറ്റ്സും, പിന്നെ ഒന്ന് നമ്മൾ ക്യാഷ് അല്ലെങ്കിൽ കാർഡ് വെച്ചിട്ട് പേ ചെയ്ത് എടുക്കേണ്ടതുമാണ്. അപ്പോൾ ഇതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റാണ് കേട്ടോ VIP പാർക്കിംഗ് നമ്മൾ നേരത്തെ പറഞ്ഞത്. അപ്പോൾ ഇവർക്ക് ജസ്റ്റ് ഇറങ്ങി ഇവിടുന്ന് ടിക്കറ്റ് എടുത്ത് നമുക്ക് അകത്ത് കയറാം അവർക്ക്. അപ്പോൾ ഇവിടുത്തെ ഏട്ടൻ ഫോട്ടോ എടുക്കുന്ന തിരക്കിലാണ്. ഇപ്പോൾ ഞങ്ങളുടെ ബ്രദറിൻലോയാണ് കേട്ടോ ഇത്. അപ്പോൾ ഞങ്ങൾ 3 പേരും കൂടിയാണ് പോയത്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മളെ എൻട്രൻസ്. നമ്മൾ ജസ്റ്റ് കയറി വന്ന ഉടനെ കാണുന്നത് ഈ ഒരു വ്യൂ ആണ് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ ഓരോ കൺട്രീസിൻ്റെ പവലിയനിലോട്ട് നമ്മൾ പോവുകയാണ് ചെയ്യുന്നത്. അപ്പം ഈ ഗ്ലോബൽ വില്ലേജ് എന്ന് പറയുന്നത്, ഇവിടെ നടക്കുന്ന ഈ ഫെസ്റ്റിവൽ എന്ന് പറയുന്നത് വേൾഡ്സ് ലാർജസ്റ്റ് ഷോപ്പിംഗ് ഫെസ്റ്റിവലാണ്. ഷോപ്പിംഗ് ആൻഡ് എൻ്റർടൈൻമെൻറ്റ് ഫെസ്റ്റിവലാണ്. അതായത് ഇവിടെ 90 കൺട്രീസ് വന്ന് അവരുടെ കൾച്ചറും അവരുടെ ഫുഡിങ് രീതികളും അവരുടെ പഴയ കാര്യങ്ങളൊക്കെ എക്സ്പോസ് ചെയ്യുന്നൊരു സ്ഥലമാണിത്. അപ്പോൾ ഇവിടെ 90 കൺട്രീസ് ഉണ്ടെന്നാണ് പറയുന്നത്. അവർ എല്ലാ വർഷവും അത്രയും രാജ്യത്തുള്ള ആൾക്കാർ വരുന്ന ഒരു സ്ഥലമാണിത്. അപ്പോൾ ഇനി നമുക്ക് ഓരോ കൺട്രീസിൻ്റെ പവലിയനിലോട്ട് കയറി അവിടെ എന്തൊക്കെയുണ്ട് എന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. അതുപോലെ തന്നെ ഇവിടെ വീഡിയോ എടുക്കുന്നതിൽ ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ട് കേട്ടോ. അപ്പം എല്ലായിടത്തുനിന്നും നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. എന്നാലും മാക്സിമം പറ്റുന്ന രീതിയിൽ ഞങ്ങൾ എടുത്തിട്ടുണ്ട് കേട്ടോ. ചില ഷോപ്സൊന്നും നമ്മളെ എടുക്കാനായിട്ട് അലൗ ചെയ്യുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഫുള്ളായിട്ട് നിങ്ങൾക്ക് കാണിക്കാൻ പറ്റില്ല. എന്നാലും ഞങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നത് ഞങ്ങൾ എടുത്തിട്ടുണ്ട്.
കയറി വരുമ്പോൾ ഫസ്റ്റ് നമ്മൾ കാണുന്ന ടർക്കിയുടെ പവലിയനാണ് കേട്ടോ. അപ്പോൾ ഇതാണ് അവരുടെ എൻട്രൻസ്. അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിലാണ് കേട്ടോ ഇങ്ങനെ ഒരു ആർട്ടിസ്റ്റ് ഇരിപ്പുണ്ട്. അപ്പോൾ നമ്മൾ ഇമേജ് കൊടുക്കുവാണെങ്കിൽ പുള്ളി നമുക്കിതുപോലെ വരച്ച് തരും. അപ്പോൾ നമ്മൾ കയറി വരുമ്പോൾ തന്നെ സൈഡിലായിട്ട് ടർക്കിഷ് ഐസ്ക്രീമിൻ്റെ ഒരു സ്റ്റോളാണ് കേട്ടോ ഇത്. നമ്മൾ കയറി വരുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് ഫുഡ് സ്റ്റോൾസ് കാണാം, അതുപോലെ ഒരുപാട് ഡെക്കറേറ്റീവ് ഐറ്റംസും ഒക്കെ. അപ്പോൾ ഇവർ പറയുന്നതിൽ മിക്കതും ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ളതെന്നാണ്, അതുപോലെ തന്നെ ഇവർ ഇമ്പോർട്ട് ചെയ്തിട്ടുള്ള സാധനങ്ങളാണെന്ന് കേട്ടോ അവർ പറഞ്ഞത്. ഇത് കാണാൻ നല്ല രസമായിരുന്നു. അത് നമ്മൾ ഓരോ പവലിയനിൽ വരുമ്പോഴും നമുക്ക് ആ രാജ്യത്തെത്തിയ ആ ഒരു ഫീല് നമുക്ക് കിട്ടും കേട്ടോ. ആ രീതിയിലാണ് അവർ ഓരോന്നും അറേഞ്ച് ചെയ്തേക്കുന്നത്. അത് ഫുഡിൻ്റെ കാര്യങ്ങളായാലും അതുപോലെ ഇങ്ങനത്തെ ഡെക്കറേറ്റീവ് ഐറ്റംസിൻ്റെ കാര്യങ്ങളിലായാലും എല്ലാത്തിലും. അപ്പോൾ ഇതൊക്കെ ക്ലേ കൊണ്ടുണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ആ ഒരു ഇതിൽ തന്നെ ലൈറ്റ് വെച്ചിട്ടുള്ള ഡെക്കറേഷൻസ്, അതുപോലെ നമുക്ക് ഈ വീടിൻ്റെ എൻട്രൻസിൽ വെക്കാനുള്ള കാര്യങ്ങൾ, അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ടായിരുന്നു കേട്ടോ. അപ്പം ക്ലേയിൽ വെച്ചിട്ടുണ്ടാക്കിയതാണ് കൂടുതലുണ്ടായിരുന്നത്. ഇതൊക്കെ ഹാൻഡ് മെയ്ഡ് ആണെന്നാണ് കേട്ടോ അവർ പറഞ്ഞത്. അപ്പോൾ ഇതൊന്നും കൂടാതെ അവരുടെ കൾച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള ക്ലോത്തിങ്, അവരുടെ ഓർണമെൻറ്റ്സ്, അതുപോലെ അവരുടെ ആൾക്കാർ ഹാൻഡ് മെയ്ഡായിട്ട് ചെയ്തെടുക്കുന്ന കാര്യങ്ങൾ, ഇപ്പം ഡ്രീം ക്യാച്ചേഴ്സിൻ്റെയൊക്കെ പല രീതിയിലുള്ളതാണ് കേട്ടോ അവർ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാം ഒന്നും നിങ്ങളെ കാണിക്കാൻ പറ്റത്തില്ല, കാരണം അവർ ചില ഷോപ്സ് നമ്മളെ അലോ ചെയ്യത്തില്ല ഇതൊന്നും കാണിക്കാനായിട്ട്. എന്നാൽ ചില ഷോപ്സ് ഷൂട്ട് ചെയ്യുന്നതിൽ അവർക്ക് പ്രശ്നമില്ല കേട്ടോ. അപ്പോൾ ക്ലോത്ത്സും അതുപോലെ ഗൗൺസ് ഇതൊക്കെ ഉണ്ടായിരുന്നു, വെറൈറ്റി ആയിട്ടുണ്ടായിരുന്നു. അപ്പം ഇതിൻ്റെ അടുത്തുള്ളൊരു സ്റ്റോളാണ് കേട്ടോ എനിക്ക് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത്. അപ്പം നമ്മൾ നോക്കുമ്പോൾ ഇങ്ങനെ ഡ്രൈ ആക്കിയ കുറേ സാധനങ്ങൾ ഇങ്ങനെ കെട്ടിയിട്ടിട്ടുണ്ട്. അപ്പോൾ അതെന്താണെന്ന് ചോദിച്ചപ്പോൾ പല വെറൈറ്റിയിലുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്താണെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് നമ്മൾ ഈ പട്ട, ഗ്രാമ്പൂ പോലത്തെ മസാല ഐറ്റംസാണ്. അതായത് പൊടിച്ചല്ല, നമുക്ക് ഇവർ ഹോളായിട്ട് ഇങ്ങനെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണെന്നാണ് പറഞ്ഞത്. അതായത് ഒറിജിനലി ഫ്രം ടർക്കിയിൽ നിന്നുള്ള മസാല ഐറ്റംസാണിത്. ആ ഷോപ്പ് ഫുൾ അതായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് ടർക്കിഷ് സ്വീറ്റ്സ് അതുപോലെ UAE സ്വീറ്റ്സ് എല്ലാം ഉണ്ടായിരുന്നു, വെറൈറ്റി ആയിട്ടുള്ള സ്വീറ്റ്സ്. പിന്നെ അതുപോലെ തന്നെ ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള പോട്ട്സ്, അതുപോലെ പ്ലേറ്റ്സ്, സെർവിങ് ഡിഷസ്, അതൊക്കെയാണിത്. അതുപോലെ തന്നെ പല വെറൈറ്റിയിലുള്ള ജുവൽസ് ഉണ്ടായിരുന്നു കേട്ടോ, സ്റ്റോൺസ് ഒക്കെ വെച്ചിട്ടുള്ളത്. അപ്പോൾ അവർ പറയുന്നത് ഇതൊക്കെ ഡയറക്റ്റ്ലി ഫ്രം ടർക്കിയാണ്, അതായത് അവർ അവിടെ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള സാധനങ്ങളാണ്. മീൻസ് അവർ ട്രഡീഷണലായിട്ട് അവർ ഉപയോഗിക്കുന്ന സംഭവങ്ങൾ. പക്ഷേ എനിക്ക് അധികം വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ, കാരണം അവിടെ റെസ്ട്രിക്റ്റഡ് ആയിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഇനി അടുത്ത പവനിലോട്ട് പോവാണ്.